കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകട്ടെ. നമുക്ക് ക്രിസ്തീയ ആത്മീയ ലോകത്തിൽ വളരെ സംശയകരമായി ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ട്രിനിറ്റേറിയൻസ് അവരുടെ ട്രംപ് കാർഡായിട്ട്, തുറുപ്പ് ചീട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരുന്ന ഒരു വാക്യമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. നമ്മിൽ പലരും ഈ ചോദ്യങ്ങളെ നേരിട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ചോദ്യം നിരന്തരമായി അനേകം ദേവദാസന്മാർ, ഏകദൈവ വിശ്വാസികൾ നേരിടുന്നുണ്ട്. മാത്രമല്ല, ദൈവം ത്രിയേകനാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ട്രിനിറ്റേറിയൻസ് ഏറ്റവും വലിയതും. ഈ ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയാനുള്ള കാര്യം, നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്ന ഈ വീഡിയോകൾ അനേകർക്ക് ചിന്തയ്ക്കും മാറ്റത്തിനും കാരണമാകുന്നതുകൊണ്ട് നാം ഇന്ന് സംസാരിക്കുന്ന ഈ വിഷയങ്ങൾ മറ്റുള്ളവരും കേൾക്കും എന്നുള്ളതും കേട്ട് അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ വിഷയം കേവലം നമ്മളുടെ മാത്രം അറിവിലേക്കല്ല, ഒരു പൊതു അറിവിലേക്ക് എന്നുള്ള നിലയിൽ നമ്മൾ പ്രസ്താവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം കുറിവാക്യമായി 1:26, ഒപ്പം 27 കൂടി വായിക്കാം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോ എഡാമ മണ്ണിൽ നിന്നെടുത്തു എന്നുള്ളതിന്റെ പദമായ ഹെബ്രായ പദമാകുന്ന ആദം എന്ന് പിന്നീട് ആ മനുഷ്യന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. മണ്ണിൽ നിന്നെടുത്തവൻ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ലെറ്റ് us make man in our image എന്ന് ഇംഗ്ലീഷിലും നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് മലയാളത്തിലും വ്യക്തമായി നമുക്ക് ഒരു പ്ലൂറൽ ഫോമിൽ, ബഹുവചനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആണ്. ഇത്തരം സംശയ വിഷയമായി അനേകം ആളുകൾ പ്രസ്താവിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ ദൈവം ഏകനല്ല, ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്ന് തെളിയിക്കുവാൻ എടുക്കുന്ന ആദ്യത്തെ വചനമാണ് നാം വായിച്ചത്. എന്നാൽ ദൈവം 27-ാമത്തെ വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അപ്പൊ 26-ന്റെ ഉത്തരം എവിടെയുണ്ട്? 27-ൽ തന്നെയുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം നാം നമ്മുടെ എന്ന് പറഞ്ഞത് എന്നൊരു ചോദ്യം ആളുകൾ ചോദിക്കും. ഇതിനെ സംബന്ധിച്ച് ഏകദൈവ വിശ്വാസികളുടെ ഇടയിൽ തന്നെ 2 വിധത്തിലുള്ള വിചാരധാരയുണ്ട്. അതിലൊന്ന്, ദൈവം തന്നോട് തന്നെ നാം എന്ന് ആത്മഗതം ചെയ്തു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനത്തിന്റെ ഏതാനും ഭാഗം മാറ്റി നിർത്തിയാൽ ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും ആരെഴുതിയതാണ്? മോശ എഴുതിയതാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം എഴുതുമ്പോൾ ആരില്ല? മോശ ജനിച്ചിട്ടില്ല. പിന്നീട് 1500 വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ പുസ്തകം, അല്ലെങ്കിൽ മോശ ജനിക്കുകയും പിന്നീട് മോശ ഈ പുസ്തകം എഴുതുകയും ചെയ്തത്. എന്നാൽ ഒരിടത്ത് പോലും ഈ പുസ്തകം എഴുതുമ്പോൾ മോശ അവിടെ സന്നിഹിതനായിരുന്നില്ല എന്ന് നമുക്ക് തോന്നുകയില്ല. മോശ ഇത് എഴുതുന്നത് ഒരു ദൃക്സാക്ഷി
അല്ലെങ്കിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഈ ഉൽപ്പത്തിയുടെ പുസ്തകം മോശ എഴുതിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ മോശയുടെ ജനനവും മോശ വളർന്നു വരുന്നതും മോശ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുന്നതും തുടങ്ങി മോശയുടെ ഫിസിക്കൽ സാന്നിധ്യത്തോടുകൂടി നമുക്ക് തുടർന്നുള്ള പുസ്തകങ്ങൾ കാണാൻ കഴിയും. ഉൽപ്പത്തി, സംഖ്യ, ലേവ്യ, ആവർത്തനം, പുറപ്പാട് എന്നിങ്ങനെ അടുക്കടുക്കായിട്ടാണ് ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിലും ആദ്യത്തെ പുസ്തകത്തിന്റെ രചനയുടെ അല്ലെങ്കിൽ ആദ്യത്തെ പുസ്തകത്തിലെ സംഭവ വികാസങ്ങളും പുറപ്പാടെന്ന പുസ്തകവുമായി ഏതാണ്ട് 1600 വർഷത്തെ അകലമുണ്ട്. ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി അവസാനിക്കുന്നു, പുറപ്പാടിലേക്ക് തുടങ്ങുന്നു. അപ്പം ഉൽപ്പത്തി അവസാനിക്കുമ്പോഴേ തന്നെ പുറപ്പാടിലേക്ക് തുടങ്ങുകയല്ല, അതിനിടയിൽ വലിയൊരു ടൈം സ്പാൻ ഉണ്ട്. അപ്പോ ദൈവം എന്ത് ചെയ്തു? ദൈവം ഉൽപ്പത്തി പുസ്തകത്തെ എഴുതുവാൻ മോശയുടെ ആത്മാവിനെ ദൈവം ഉപയോഗിച്ചു. ദൈവം മോശയുടെ ആത്മാവിനെ ഉൽപ്പത്തിയുടെ ആ കാഴ്ചകളിലേക്ക് നടത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പം മോശ ജനിച്ച മോശയെ താൻ ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് മോശയെ ആ നാളിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി. എപ്രകാരം കൊണ്ടുപോയി? 2095 അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ മരിച്ച യോഹന്നാനെ ഈ തന്റെ മരണത്തിനും 2000 ശേഷങ്ങൾക്ക് അപ്പുറം സംഭവിക്കുന്ന ഈ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലേക്കും കർത്താവിന്റെ വരവിലേക്കും പിന്നീടുള്ള മഹോദ്രവത്തിലേക്കും എറ്റേണിറ്റിയിലേക്കും യോഹന്നാന്റെ ആത്മാവിനെ ഫോർവേഡ് ചെയ്തതുപോലെ മോശയുടെ ആത്മാവിനെ പഴയ കാലഘട്ടങ്ങളിലേക്ക്, സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് ദൈവം കൊണ്ടുപോയി. അപ്പൊ ഈ രണ്ടുപേരുടെയും ഉൽപ്പത്തി പുസ്തകം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിക്കും ബൈബിളിന്റെ തുടർന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം പിശാച് ഏറ്റവും അധികം ബൈബിൾ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ബൈബിൾ തിയോളജിയൻസ്, ക്രിസ്റ്റോളജി അല്ലെങ്കിൽ തിയോളജി എന്നുള്ള ശാസ്ത്രജ്ഞന്മാരെ കുഴക്കുന്ന 2 പുസ്തകങ്ങളാണ് ഉൽപ്പത്തിയും വെളിപ്പാട് പുസ്തകവും. ഉൽപ്പത്തിയിൽ വേദശാസ്ത്ര പണ്ഡിതന്മാരെ ഇങ്ങനെ ദൈവം പലവിധമായ അവരുടെ ചിന്താധാര പ്രകാരം ദൈവത്തിന്റെ സൃഷ്ടിയെ അല്ലെങ്കിൽ ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് മുന്നോട്ടുള്ള പുസ്തകങ്ങളിലും അതിനെ തുടർന്ന് കൊണ്ടുപോകേണ്ടുന്ന ഒരു നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഉൽപ്പത്തി മുതൽ ദൈവത്തിന്റെ ദൈവീകത്വത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിഷയങ്ങളെ നാം ദൈവ ആത്മാവിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. രണ്ടാമത്തെ വിചാരധാര എന്ന് പറയുന്നത് ദൈവം സൃഷ്ടി നടത്തുവാൻ വന്നപ്പോൾ തന്റെ ദൂതന്മാര് തന്നോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വിശ്വസനീയമായി നമുക്ക് കാണാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം ദൈവം ദൂതന്മാരുമായി അവിടെ വന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് എങ്ങനെ ശരിയാവും എന്ന് ആളുകൾ ചിന്തിച്ചേക്കാം. നമ്മളുടെ എല്ലാം മതപരമായ കാഴ്ചപ്പാടിൽ ദൈവത്തിന്റെ ദൂതന്മാര് അല്ലെങ്കിൽ മാലാഖമാര് ഗബ്രിയേൽ, മിഖായേൽ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ചില പടങ്ങൾ ഓർമ്മ വരും. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ചില പടങ്ങളിൽ ഗബ്രിയേലും പിന്നെ മിഖായേലിനെയൊക്കെ കാണാൻ കഴിയും. അങ്ങനെ നാം കാണുന്ന ഈ ഗബ്രിയേലിനും മിഖായേലിനും മനുഷ്യമുഖവും ശരീരവും ഉണ്ടെങ്കിൽ പുറകിൽ 2 ചിറകുകൾ കൂടി ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. എന്നാൽ മിഖായേലിനോ ഗബ്രിയേലിനോ ഈ ദൈവത്തിന്റെ ദൂതന്മാർക്ക് ചിറകുകൾ ഉള്ളതായി ബൈബിൾ പറയുന്നില്ല. വ്യക്തമായി അവരുടെ ശരീരഘടന മനുഷ്യന്റേതിന് സമമാണ് എന്നാണ് മാത്രം പറയുന്നത്. ബൈബിൾ പറയുമ്പോൾ മനുഷ്യനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയവനായി സൃഷ്ടിച്ചു എന്ന് എഴുതിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ വേണ്ടി വചനത്തെ മാംസമാക്കുമ്പോൾ ദൂതന്മാർ എന്ന് പറയുന്ന ഹെവൻലി ബീയിങ് ആണ്. പക്ഷെ യേശുക്രിസ്തു മനുഷ്യൻ എന്നുള്ള നിലയിൽ, മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൂതന്മാർക്ക് താഴെയാണ്. എന്നാൽ അവനിൽ
ഉള്ള ദൈവം അവൻ ദൈവം എന്നുള്ള നിലയിൽ അവൻ ദൂതന്മാരുടെയും സൃഷ്ടികർത്താവായ ദൈവമാണ്. മനുഷ്യന്റെ രക്ഷയെ സംബന്ധിച്ച്, മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച്, മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ബലിയെ സംബന്ധിച്ച് അവൻ ദൂതന്മാർക്ക് താഴെ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യൻ അങ്ങനെ വന്നതുകൊണ്ട് ദൂതന്മാരെക്കാൾ താഴെ. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഭൂമിയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വാഴുവാൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ പറയുന്നു, അവന് ദൈവം കൊടുത്തത് ഒരു അധികാരമുള്ള ഒരു രാജാധികാരത്തിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത്. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് തന്നെ പോകാം. അതിന്റെ 28, 29 വരെയുള്ള വാക്യങ്ങൾ, 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം, 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്റെ മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പൊ ദൈവം സൃഷ്ടിച്ച ആദ്യ കുടുംബത്തെ ദൈവം പറഞ്ഞു, ഈ ഭൂമിയെ അടക്കി വാഴാൻ പറഞ്ഞു, ഭരിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മൃഗങ്ങളുടെ മേലും ആകാശത്തിലെ പറവജാതികളുടെ മേലും നിലത്തെ ഇഴയുന്ന ഇഴജന്തികളുടെ മേലും സമുദ്രത്തിലുള്ള സകല ജീവികളുടെ മേലും അധികാരമുള്ള ദൈവമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഭൂമിയുടെ അധികാരിയായി ദൈവമായി സൃഷ്ടിച്ചു. എന്നിട്ട് 29-ാം വാക്യത്തിൽ പറയുകയാണ്, ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയും. അവിടെ പറയുന്നത് നാം തന്നിരിക്കുന്നു എന്നല്ല, ഞങ്ങൾ തന്നിരിക്കുന്നു എന്നല്ല. അപ്പൊ ചോദിക്കും, ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ദൈവം എന്തിനാണ് നാം എന്ന പദം ഉപയോഗിച്ചത്? അപ്പൊ നമ്മൾ മാനുഷികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുകയും, ഞാനൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ബന്ധു വീടുകളിൽ പോവുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പ്രായത്തിലുള്ള ബന്ധുക്കളുടെ മക്കളൊക്കെ, നമുക്കറിയാം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ആ അപ്പന്റെയും അമ്മയുടെയൊക്കെ അമ്മാവന്മാരും അതുപോലുള്ള ബന്ധുക്കളുടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ സമ്മർ വെക്കേഷനിലൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന് നിൽക്കും. അല്ലെങ്കിൽ ഒരു സംബന്ധം തിടുക്കപ്പെട്ട് പോകാൻ ഇരിക്കുവാണെങ്കിൽ നമ്മൾ പറയും, എടാ ഇന്ന് പോകണ്ടടാ, നമുക്ക് ഇന്ന് ചക്കയും കോഴിയും വേവിക്കാം എന്ന് പറയും അമ്മ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്നത്തെ കാലത്തൊക്കെ വളരെ റെയർ ഫുഡാണ് കോഴിക്കറി എന്നൊക്കെ പറയും. നമ്മളത്തെ പോലെ ഓടിപ്പോയി മേടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ഒരു കോഴിയെ പിടിച്ച് തന്നെ കൊന്നു വേണം ഇത് കറി വെച്ച് കിട്ടണമെങ്കിൽ. അപ്പം ഇത് അമ്മയാ പറയുന്നത്. എന്താ പറയുന്നത്? നമുക്കിന്ന് ചക്ക വേവിച്ച് കോഴിയും കൊന്ന് കറി വെക്കാന്ന് പറയും. സത്യത്തിൽ നമുക്കെന്ന് പറഞ്ഞാൽ ഈ ചക്ക വെട്ടാനോ ചക്ക വേവിക്കാനോ കോഴിയെ കൊല്ലാനോ കോഴിയെ കറി വെക്കാനോ നമ്മളാരും ഇല്ല. പിന്നെ ആരാ ഉള്ളേ? അമ്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ പറയുമ്പോ നമുക്കെന്ന് പറയും. അപ്പൊ ദൈവം തന്നോട് കൂടെയുള്ളവരോട് ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം, ദൈവം ഒരു സൃഷ്ടി താൻ തന്നെ സ്വീകരിച്ച ഒരു ശരീരത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? മനുഷ്യനെ ഉണ്ടാക്കിയത്. യോഹന്നാൻ 4:24 പറയണം, ദൈവം ആത്മാവാണ്, ദൈവം ആത്മാവാണെന്ന് പറയുന്നു. 1:18 പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പം ആരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ദൈവം നിലത്തെ പൊടി കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, ആ ദൈവം, ആരും കാണാൻ കഴിയാത്ത ദൈവം, വരുന്ന കാലത്ത് മനുഷ്യൻ വീഴുമെന്നും വീഴുന്ന മനുഷ്യനെ ഉദ്ധരിക്കുവാൻ താൻ തന്നെ ജഡമെടുത്ത് വരുമെന്നും അറിയാവുന്ന ദൈവം അതിന്റെ നിഴലായി താൻ തന്നെത്താൻ ഒരു ശരീരമെടുത്തു. ആ ശരീരത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ ശരീരത്തിന്റെ രൂപത്തെക്കുറിച്ചാണ് റോമർ 5:14 പറയുന്ന വരുവാനുള്ളവന്റെ, റോമർ 5:14, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന്. അപ്പം ആദാമിന്റെ രൂപം ആരുടെ രൂപമാണ്? 5:14 പ്രകാരം വരുവാനുള്ള രൂപം ആരുടെ രൂപമാണ്? യേശുക്രിസ്തുവിന്റെ രൂപമാണ് ആദാമിന് കൊടുക്കപ്പെട്ടത്. അപ്പോൾ ദൈവത്തിന് ഒരു ഛായയോ സ്വരൂപമോ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ രൂപമില്ല, രൂപഗുണമോ ആച്ഛാദനമോ ഇല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ, പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. എന്നാൽ ദൈവത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ ആ രൂപം താൻ സൃഷ്ടിച്ച മനുഷ്യന്റെ രൂപമാണ്. ആ രൂപമാണ് ക്രിസ്തുവിന്റെ രൂപം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വരുവാനുള്ളവന്റെ പ്രതിബിംബമായ ആദാം എന്ന് പറയുന്നത്.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദാം സൃഷ്ടിക്കപ്പെട്ടു. ഏകദേശം 4000 വർഷങ്ങൾക്ക് ശേഷം വരുവാനുള്ളവൻ വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവിടെ പറയുന്ന ഈ ദൈവം, ഏകനായ ഈ ദൈവം, നാം നമ്മുടെ എന്ന് പറഞ്ഞ ഈ ദൈവം, അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, സൃഷ്ടി നടത്തിയപ്പോൾ തന്റെ കൂടെ ദൂതന്മാരുണ്ടായിരുന്നെങ്കിലും താൻ മാത്രമാണ് സൃഷ്ടിച്ചത് എന്ന് വ്യക്തമായി പറയാണ്. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി ദൈവം 3 വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും എന്തുണ്ടായിരിക്കും? 3 വ്യക്തിത്വങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ആദാമിനോ പിന്നീട് ആദാമിൽ ജനിച്ച നമുക്കോ 3 പേഴ്സണാലിറ്റി ഉണ്ടോ? ഇല്ല. 3 പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വ്യക്തിത്വങ്ങൾ എന്ന് തന്നെയാണ് ബൈബിൾ പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നത്. ദൈവം 3 വ്യക്തികളാണ്. എനിക്ക് 3 ദൈവങ്ങളുണ്ട്. മനോജ് മോഹൻ ദാനിയൽ പറഞ്ഞു, എനിക്ക് പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എനിക്ക് 3 പേരും ദൈവങ്ങളാണ്. എനിക്ക് 3 ദൈവങ്ങളുണ്ട്. പക്ഷെ ബൈബിളിന്റെ അടിസ്ഥാനപരമായ ഉപദേശം എന്താണ്? ദൈവം ഏകൻ. അപ്പൊ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, താൻ മാത്രമാണ് ദൈവമെന്ന് ദൈവം 649 പഴയ നിയമ പ്രവചനങ്ങളിൽ ഞാൻ എന്ന് ആയാം എന്നുള്ള പേഴ്സണൽ നൗണിൽ ഉപയോഗിക്കുമ്പോൾ, വ്യക്തമായി ഉപയോഗിക്കുമ്പോൾ, വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെയല്ല, ദൈവം 3 ദൈവമാണ്. എന്നാൽ ഇന്നും ആ 3 ദൈവം 3 ആത്മാക്കളാണോ 3 ജഡമാണോ എന്നുള്ള കാര്യം അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. 3 ആത്മാക്കളാണെങ്കിൽ ഒരിക്കലും 3 ആത്മാക്കളായിരിക്കാൻ കഴിയില്ല. കാരണം ദൈവം ഒരു ദൈവമേ ഉള്ളൂ. ആ ഒരു ദൈവം മുഴുവൻ ആത്മാവാണ്. ആ ആത്മാവായ ദൈവം സർവപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആത്മാവിന്റെ പ്രത്യേകത എന്താ? ആത്മാവിന് രൂപം ഇല്ല. രൂപമില്ലാത്ത ആത്മാവ് സകല പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനകത്ത് പിന്നെ 2 ആത്മാക്കളോട് വരാൻ കഴിയുമോ? ഉദാഹരണം, നമ്മളൊരു വലിയ ബക്കറ്റിൽ വെള്ളം നിറച്ചു വെച്ചു. ആ വെള്ളത്തെ നമ്മൾ ജസ്റ്റ് ഒരു ഇമാജിനേഷന് വേണ്ടി ഒരു ആത്മാവാണെന്ന് വിചാരിച്ചു. കാരണം അതൊരു ദ്രവരൂപത്തില് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെ നമ്മളൊരു ബക്കറ്റില് ഇരിക്കുന്നുണ്ടാണ്. അതിനെ നമ്മൾ ഒരു ടാങ്കിലേക്ക് ഒഴിച്ചാൽ ആ ടാങ്കിന്റെ ഷേപ്പ് ആയിരിക്കും, ഒരു കുപ്പിയിൽ ഒഴിച്ചാൽ കുപ്പിയുടെ ഷേപ്പിലായിരിക്കും ആ വെള്ളം ഇരിക്കുന്നത്. പക്ഷെ എങ്കിലും ഇത് വെള്ളമാണ്. എന്നാൽ അടുത്തൊരു ആത്മാവും കൂടെ അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ വോളിയം വർദ്ധിക്കുകയല്ലാതെ രണ്ടാമത് നമ്മൾ ഒഴിച്ച വെള്ളത്തെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ? ഇല്ല. മൂന്നാമത് ഒരു ബോട്ടിൽ വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചാൽ ആ 3ഉം കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ആത്മാവാണ് ദൈവം എന്നുള്ള 3 ആത്മാക്കൾ എന്നുള്ള വ്യവസ്ഥയിലേക്ക് പോയാൽ അവിടെയും പാളിപ്പോയി. കാരണം സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാത്മാവാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം ഒരു ശരീരം സ്വീകരിക്കുമ്പോൾ ആ ദൈവം ഒരു വ്യക്തിത്വത്തിലേക്ക് തന്നെ പരിമിതപ്പെടുത്തുകയാണ്. അപ്പൊ ദൈവം എപ്പോഴൊക്കെയാണ് വ്യക്തിത്വത്തിലേക്ക് ചുരുങ്ങിയത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി 1:26 3:22 11:7 ദൈവം ഹല്ലേലൂയ അവിടേക്ക് വരുമ്പോൾ ദൈവം നാം എന്നുള്ള പദം ഉപയോഗിച്ച് കാണുന്നുണ്ട്. എന്നാൽ 1:27 ദൈവം പറയാണ്, ദൈവം ഇങ്ങനെ തന്നെ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. പിന്നീട് ഇങ്ങോട്ട് പഴയ നിയമത്തിലുള്ള അനവധി പ്രവചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ദൈവത്തെക്കുറിച്ച, അല്ലെങ്കിൽ ഒരേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവം പ്രസ്താവിക്കുകയാണ്. അതായത് ആത്മാവായ ദൈവം സ്വന്തം തന്നെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ചില വാക്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോകാം. അവിടെ നമുക്ക് 45:12 46:5 ഇങ്ങനെ ഓരോ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 42:5 45:12 തുടങ്ങിയെടുത്തു. 45:12 ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇവിടെ ദൈവം വളരെ സ്പഷ്ടമായിട്ട് പറയാണ്, ഞങ്ങളല്ല, നാമല്ല, പിന്നെയോ ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ, ഞങ്ങളുടെ കൈയല്ല, നമ്മൾ ഒരുമിച്ച് ചെയ്ത കാര്യമല്ല,
പിന്നെയോ ഏക ദൈവം പറയുകയാണ്, എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അടുത്ത വാക്യം, ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു. ഇവിടെയെല്ലാം ഞാൻ എന്ന ദൈവം ഒറ്റ വാക്കിൽ താൻ മാത്രം എന്നുള്ള തലത്തിൽ സംസാരിക്കുന്നു. 46:5 നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? ഇവിടെ ചോദിക്കുന്നത് എന്താണ്? 46:5 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ ആരോട് എന്ന് വെച്ചാൽ ഇസ്രായേൽ ജനതയോട് പറയുകയാണ്, പ്രവാചകനിലൂടെ പറയുകയാണ്, നിങ്ങൾ എന്നെ ആരോടാ ഉപമിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറയും, ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോ പറഞ്ഞു, ഇതേപോലുള്ള ഒരാള് ഈ മെഡിക്കൽ കോളേജ് അവിടെ പോൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹത്തിന്റെ ചേട്ടനോ അനിയനോ ആണ് പാസ്റ്റർ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയുമ്പോൾ അവർ പറയില്ലേ, ഇങ്ങനെ അവരുടെ ആരെങ്കിലും ആണോ? നിങ്ങൾ രണ്ടുപേരും ഒരേ ചായയാണല്ലോ എന്ന് പറയുന്നത് പോലെ ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരാളെയുമായിട്ട് എന്നെ നിങ്ങൾക്ക് പുത്രൻ എന്ന ദൈവമായിട്ടോ പരിശുദ്ധാത്മാവ് എന്ന ദൈവമായിട്ടോ ചേർത്ത് ഉപമിക്കാൻ കഴിയുമോ? അങ്ങനെ പുത്രൻ എന്ന ദൈവവും പരിശുദ്ധാത്മാവ് എന്ന ദൈവവും ഇല്ല. ഇവിടെ പറയാണ്, നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? അപ്പൊ ദൈവം പറയാണ്, എനിക്ക് തുല്യനായി ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം 43:24. ഞാൻ നിന്നെ 43:24 23 മുതൽ വായിച്ചു. നിന്റെ ഹോമയാഗങ്ങളുടെ കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല, നിന്റെ ഹനനയാഗങ്ങളാൽ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല. ഇവിടെ എല്ലാം പറയുന്നത് എന്താ? നീ എനിക്ക് ഞങ്ങൾക്കെന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഭോജനയാഗങ്ങളാൽ ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടില്ല? ഭാരപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേലിനെ ഭാരപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. ധൂപനം കൊണ്ടും ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടില്ല. നീ എനിക്കായി വയമ്പ് വാങ്ങിയിട്ടില്ല. നിന്റെ ഹനനയാഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല. നിന്റെ പാപങ്ങൾ കൊണ്ട് തന്നെ നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിന്റെ അകൃത്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയും. എന്ന് വെച്ചാൽ ഞാൻ തന്നെ വന്ന് അതിക്രമങ്ങൾക്ക് പരിഹാരമായി എന്തായി തീരും? ഈ യാഗമായി തീരും. മേളിലെല്ലാം ബലിയെ കുറിച്ച് പറയുക. നീ എനിക്ക് ബലി കൊണ്ട് തന്നെ ആ ഹോമയാഗങ്ങളെ എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, ഞാൻ ചെയ്യും. നീ ചെയ്തതൊക്കെയും നിന്റെ പാപത്തിന് പരിഹാരമായി ഞാൻ നൽകിയ താൽക്കാലിക ബലിയാണെങ്കിൽ, എന്നാൽ ഞാൻ തന്നെ നിനക്ക് വേണ്ടി ബലിയായി തീരും. പ്രൈസ് ദി ലോർഡ് എന്ന് ദൈവം പറയുക. അപ്പോൾ അതാണ് യശുവ അല്ലെങ്കിൽ യഹോവ രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. അതെന്ന് വെച്ചാൽ രണ്ടാമനല്ല, ഒന്നാമൻ രക്ഷിതാവായി അല്ലെങ്കിൽ ഏകൻ രക്ഷിതാവായി വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എല്ലാം ദൈവം, അടുത്ത വാക്യം 40:25. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. മതി. അപ്പം ഇവിടെ എല്ലാം ദൈവം പറയാണ്, തനിക്ക് സദൃശ്യനായ ആരുമില്ല, ഞാൻ മാത്രമാണ്, എന്നെ നിങ്ങൾ ആരോട് ഓർമ്മിക്കും? ഹല്ലേലൂയ. 28 പറയാണ്, യഹോവ നിത്യദൈവം. ആരാണ് നിത്യദൈവം? യഹോവ മാത്രമാണ് നിത്യദൈവം. അടുത്ത വാക്യം 42:8. ഞാൻ യഹോവ അത് തന്നെ. അപ്പൊ 3 യഹോവയുള്ളവരെന്ത് പറയും? 3 യഹോവ എന്ന് പറഞ്ഞൊരു വാദമുണ്ട്. അതിൽ രണ്ടാമത്തെ യഹോവ ആരായി തീർന്നു? യേശു ക്രിസ്തുവായിട്ട് വന്നു. ഒന്നാമത്തെ യഹോവ സ്വർഗത്തിൽ തന്നെ ഇരുന്നു. രണ്ടാമത്തെ യഹോവ യേശു ക്രിസ്തുവായിട്ട് വന്നു. മൂന്നാമത്തെ യഹോവ പരിശുദ്ധാത്മാവായി
യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത് നൽകി. ബൈബിളിൽ ചേർന്ന് പോകുന്ന ഒരു ഉപദേശമാണോ അത്? അല്ല. അപ്പോൾ ഇവിടെ പറയുന്നത്, ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഇവിടെ എല്ലാം ദൈവം വളരെ സ്പഷ്ടമായിട്ട് പറയാണ്, എന്റെ, ഞാൻ എന്റെ, ഞാൻ എന്റെ, ഞാൻ എന്റെ. ആ കാര്യത്തിൽ ദൈവം എന്തുകൊണ്ടാണ് ഈ പദങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത്? ഇത് മനുഷ്യനെടുത്തിട്ട് ദൈവത്തിന് നിരക്കാത്ത ദൈവത്തെ ജാതീയ വിഗ്രഹങ്ങൾക്കും ജാതീയ ദൈവങ്ങളോടും മനുഷ്യൻ സമമാക്കുമെന്ന് അറിയാവുന്ന ദൈവം വളരെ സ്പഷ്ടമായി ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. എന്നിട്ടും ദൈവത്തിന് ബഹുത്വമുണ്ടാക്കുന്ന വ്യഗ്രതയിലാണ് തിയോളജിയന്മാർ, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അടുത്ത വാക്യം 43:10-11. നിങ്ങൾ അറിഞ്ഞെന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു, അയാം എന്ന് നിങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ പറയാണ്, നിങ്ങൾ അറിഞ്ഞ് ഗ്രഹിക്കേണ്ടതിന് ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളാണ്. അപ്പൊ ഇസ്രായേലോട് പറയാണ്, നിങ്ങൾ ഞാനാകുന്നു ദൈവം എന്ന് നിങ്ങൾ അറിഞ്ഞ് ഗ്രഹിക്കേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. എന്ന് വെച്ചാൽ യഹോവയുടെ സാക്ഷികൾ ആരാണ്? ഇസ്രായേൽക്കാർ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യോട് വായിച്ചു. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ല. അപ്പൊ ഇവിടെ രക്ഷിതാവ് ആരായിട്ട് വന്നു? അപ്പൊ ഇവിടെ തൃത്വത്തിലെ രണ്ടാമനായ രക്ഷിതാവ് ആരാണെന്നാണ് ഈ ദൈവം പറയുന്നത്? തൃത്വത്തിലെ രണ്ടാമനായ രക്ഷിതാവ് ആരാണെന്നാണ് ദൈവം പറയുന്നത്? ഞാൻ തന്നെയാണ് ആ രക്ഷിതാവ്, അല്ലേ? രക്ഷിതാവ് യേശുക്രിസ്തു ആണെന്നുള്ള കാര്യത്തില് ഒരു വിശ്വാസികൾക്കും സംശയമില്ല. എന്നിട്ട് യഹോവ പറയാണ്, ഞാൻ തന്നെയാണ് രക്ഷിതാവ്. എന്ന് വെച്ചാൽ രക്ഷിതാവായി യേശുവ എന്ന നാമത്തിൽ വെളിപ്പെട്ടവനും ആരാണ്? ഏക ദൈവമായി യഹോവയെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം 44:6. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാനല്ലാതെ ഒരു പുത്രനായ ദൈവവുമില്ല, ഞാനല്ലാതെ ഒരു പരിശുദ്ധാത്മാവായ ദൈവവുമില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് ദൈവം വ്യക്തമായി സംസാരിക്കുന്നു. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഏകദൈവ വിശ്വാസം പഠിക്കേണ്ടത് പെന്തക്കോസ്തുകാരിന്നോ കത്തോലിക്കരോടോ എന്നല്ല, ബൈബിൾ കോളേജിൽ നിന്നല്ല. പിന്നെ എവിടുന്ന് പഠിക്കണം? യഹൂദ മതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പഠിക്കണം. എന്തുകൊണ്ടാണ് യഹൂദൻ യേശുവിനെ തള്ളിക്കളഞ്ഞത്? യേശു ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ ദൈവമാക്കുന്നു. അവരുടെ ദൈവത്തെ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരുടെ ദൈവത്തെ അവർക്ക് കണ്ടു എന്ന് അവർ അഭിപ്രായം പറയുന്ന വ്യക്തി ആരാണ്? മോശ കണ്ടു എന്നാ പറഞ്ഞേ. കാരണം ഞങ്ങളുടെ പിതാവായ മോശ, ആ മോശ ദൈവത്തെ മുഖാഭിമുഖം കണ്ടു. ഞങ്ങളുടെ പിതാവായ അബ്രഹാം, അവൻ ദൈവത്തെ കണ്ടു. എന്നിട്ട് നീ ഈ പറയുന്ന അബ്രഹാമിനേക്കാൾ വലുതാണോ എന്ന് ചോദിക്കുമ്പോ യേശു പറയാണ്, ഞാൻ അബ്രഹാമിന് മുമ്പ് ഉണ്ട്. ഞാൻ ഉണ്ട്. ബിഫോർ അബ്രഹാം ഐ ആം. എന്ന് വെച്ചാൽ യേശു പറയാണ്, അബ്രഹാമിന്റെ ദൈവം ആരാണ്? ഞാനാണ് അബ്രഹാമിന്റെ ദൈവം. ഞാനാണ് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തത്. ഞാനാണ് അബ്രഹാമിനെ അനുഗ്രഹിച്ചത്. ഞാനാണ് അബ്രഹാമിനെ കാണാൻ എവിടെ ചെന്നത്? മമ്രയുടെ തോപ്പിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം ദൂതനായിട്ടും ക്രിസ്തുവിന്റെ രൂപത്തിലും പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് പ്രത്യക്ഷമായത്, മനുഷ്യജടത്തിൽ പ്രത്യക്ഷമായത് ഒരേ ഒരു യഹോവ മാത്രമാണ് എന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത്. 44:8 വായിച്ചാണോ? നിങ്ങൾ ഭയപ്പെടുകയും പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല.
ഞാൻ ഒരുത്തിനെ ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പുത്രനായ ദൈവത്തെയോ ഒരു പരിശുദ്ധാത്മാവ് ദൈവത്തെയോ എനിക്ക് അറിയില്ല. ഇതറിയാവുന്നത് ആർക്കാണ്? പെന്തക്കോസ്തുകാർക്കും കത്തോലിക്കർക്ക് കാര്യമായിട്ട് ഈ ബൈബിളിനെ കുറിച്ചൊന്നും അറിയത്തില്ല. നമുക്കറിയാം, ഇത് നായ്ക്കളുടെ മുമ്പിൽ പൊതിക്കാത്ത തേങ്ങ കിട്ടിയ പോലെയാണ് ബൈബിൾ. അവരോട് ബൈബിളിലെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഒന്നും പറയുകയില്ല. ഇന്നലെ എന്നോട് ഈ അങ്കമാലി കൊരട്ടിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. അപ്പൊ ആദ്യം വിളിച്ചിട്ട് ഞാൻ എടുത്തപ്പോൾ കട്ടായി പോയി. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ ബൈബിൾ വായിക്കുന്ന ആളാണോ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സഹോദരൻ അങ്ങനെ ചോദിക്കാൻ കാര്യം? അല്ല, നിങ്ങൾ ബൈബിൾ വായിക്കുന്ന? ഞാൻ ബൈബിൾ വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാളാ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങള് കത്തോലിക്കനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കത്തോലിക്കനല്ല. കത്തോലിക്കനായിരുന്നു എന്നാൽ ഞാൻ ഇപ്പൊ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ദൈവമാതാവിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഇല്ല. ഞാൻ പറഞ്ഞു, ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ദൈവത്തിനൊരു അമ്മ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദൈവത്തെക്കാളും നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാ? അമ്മയെ ആരാധിക്കണം. കാരണം ദൈവത്തിന്റെ സൃഷ്ടി നടത്തിയതാരാ? അമ്മയാ. അപ്പം അങ്ങനെയല്ല, ദൈവത്തിന് അമ്മയുണ്ട്. ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനം എന്നതാണ് ദൈവത്തിന്റെ മാതാവിന്റെ പേര്. ജ്ഞാനം എന്ന് വെച്ചാൽ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സഹോദര അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോ എന്റെ കടയിലാണ്. ഒരു സൂമിലോ ഒരു പ്ലാറ്റ്ഫോമിലോ നമുക്ക് അന്യോന്യം സംസാരിക്കാം. നിങ്ങൾ ആ മാതാവ് ദൈവത്തിന്റെ അമ്മയാണെന്ന് തെളിയിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ സൂമിലൊന്നും വരികയില്ല, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ സംസാരിക്കാനൊരു സാവകാശം കിട്ടുമ്പോൾ ഞാൻ സഹോദരൻ നമ്പർ സേവ് ചെയ്ത് വിളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ദൈവം പറയുകയാണ്, എനിക്ക് മുമ്പേ ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല. ഞാൻ ഒരുത്തിനെ അറിയുന്നില്ല. ഞാനൊരു അമ്മയെ അറിയുന്നില്ല, എനിക്കൊരു അപ്പനെ അറിയുന്നില്ല, എനിക്ക് കൂട്ടുള്ള ദൈവങ്ങളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ മാത്രമാണ് എന്തുള്ളത്? ഞാൻ മാത്രമാണ് ദൈവം. ആ ദൈവമാണ് പറഞ്ഞത്, നാം നമ്മുടെ സ്വരൂപത്തിലും ഛായയിലും അല്ലെങ്കിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ ചോദിക്കും, ദൂതന്മാർക്ക് നമ്മുടെ ഭാവനകളിലുള്ള രൂപം, ഞാൻ മുമ്പ് സംസാരിച്ചിടത്തേക്ക് വരിക, നമ്മുടെ ഭാവനകളിലുള്ള രൂപം ചിറകുള്ള ദൂതന്മാരാണ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന ദൂതന്മാർക്ക് ചിറകില്ല. പക്ഷേ സെറാഫുകൾക്കും കെറൂബുകൾക്കും എന്തുണ്ട്? 6 ചിറകുകളുണ്ട്. അവർ നിൽക്കുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അവിടെയാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ തേജസ് അവർ കാണാതെ വണ്ണം അവരുടെ 2 ചിറക് അവരെപ്പോഴും എവിടേക്ക് പിടിച്ചേക്കും? അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ പിടിക്കും അവരുടെ ചിറക്. എന്നിട്ട് 2 ചിറക് അവരുടെ പാദങ്ങൾ മൂടും. കാരണം നിൽക്കുന്ന എവിടെയാ? ദൈവ തേജസ്സില. എന്നിട്ട് 2 ചിറക് കൊണ്ട് അവരവിടെ നിൽക്കും, പറക്കും. അങ്ങനെ ആ 2 ചിറകിന്റെ ശക്തി കൊണ്ട് അവരെപ്പോഴും നിരന്തരമായി ആലോചിച്ച് നോക്കുകയും അവരിങ്ങനെ ഈ 2 ചിറകുകൾ അടിച്ചുകൊണ്ട് സൈന്യങ്ങളെ പരിശുദ്ധൻ 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 എന്ന് ഇടപെടാതെ സ്തുതിക്കപ്പെടുന്ന ദൈവം. അതിന് താഴെയുള്ള ഒരു ലെവലിലാണ് ദൂതന്മാര്. ആ ദൂതന്മാരെന്ത് ചെയ്യണം? ഭൂമിയിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ അരുളപ്പാട് കൊടുക്കാനും ദൈവത്തിന്റെ വചനം അയക്കാനും സന്ദേശം അയക്കാനും ഒക്കെ വേണ്ടി ദൈവത്തിന്റെ സേവകാത്മാക്കളാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മൾ ഗബ്രിയേലിനെയൊക്കെ മറിയത്തിന്റെ ജോസഫിന്റെ അടുക്കലേക്കൊക്കെ അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവര് ഹെവൻലി ബീയിങ് ആയതുകൊണ്ട് നമ്മൾ പോകുന്ന വണ്ടി കയറി നടന്നൊന്നും വരണ്ട. അവരെ വിചാരിച്ചാൽ, ദൈവം വിചാരിക്കുന്നിടത്ത് അവരെന്ത് ചെയ്യും? എത്തും. നമുക്കറിയാം, ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തെന്ന് പറഞ്ഞ് അവനെ തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ട് 53-ാം അധ്യായം യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുന്ന തേരിലിരിക്കുന്ന ഷണ്ടന്റെ തേരിന്റെ ഇടയ്ക്ക് കൊണ്ട് നിർത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി എന്നാ പറഞ്ഞേ ഫിലിപ്പോസിനെ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ചിന്തയിൽ പ്രകാരം ദൈവം ചിന്തിക്കുന്നത് നിവർത്തിക്കേണ്ട സമയത്ത് ദൈവം അത് ചിന്തിക്കുമ്പോൾ തന്നെ ദൂതന്മാർ നേരെ ഭൂമിയിലേക്ക് പോരും. പ്രൈസ് ദി ലോർഡ്. ഗബ്രിയേൽ ദൂതൻ, നമുക്ക് ദാനിയേലിന്റെ പുസ്തകം വായിക്കാം. 8-ാം അധ്യായം 15-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എന്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ടു. വായിച്ചു. ഗബ്രിയേലെ ഇവന് ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക എന്ന്
8:15 ഊലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം കേട്ടു. അപ്പം ഇപ്പോ മനുഷ്യനെ കണ്ടില്ല, ഒരു മനുഷ്യരൂപം എവിടെ നിൽപ്പുണ്ട്? ഗബ്രിയേലിന്റെ അടുക്കൽ ഊലായി തീരത്ത് നിൽപ്പുണ്ട്. അപ്പം ഈ ഗബ്രിയേലിനോട് ഒരു ശബ്ദം വിളിച്ചു പറയുക സ്വർഗത്തിൽ നിന്ന്. എന്താ പറയുന്നേ? ഈ ദർശനം ആർക്ക് ഗ്രഹിപ്പിച്ചു കൊടുക്കണം? ദാനിയേലിന് ഗ്രഹിപ്പിച്ചു കൊടുക്കണം. അപ്പം ദൈവത്തിന്റെ ശബ്ദം അവിടെ പ്രത്യക്ഷനായിരിക്കുന്ന പുരുഷരൂപത്തോട് പറയുകയാണ്. ആ പുരുഷരൂപം ആരാണ്? ഗബ്രിയേല. ആ ഗബ്രിയേലിന്റെ രൂപം ദാനിയേൽ കാണുമ്പോ, ദാനിയേൽ കാണുന്നത് നമ്മളുടെ ചിന്താഗതിയിലുള്ള മാലാഖയാണെങ്കിൽ ഒരു മാലാഖയെ കണ്ടു എന്ന് പറയും. എന്നാൽ ഗബ്രിയേലിനെ ഒരു സ്ഥലത്ത് മാലാഖ എന്ന് ഉപമിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പുരുഷ രൂപമാണുള്ളത്. അപ്പം ഏദൻ തോട്ടത്തിൽ കർത്താവിനോട് കൂടെ വന്നത് പുരുഷന്മാരാണോ? ആണ്. കാരണം മമ്രയുടെ തോപ്പിൽ വന്നപ്പോഴും എത്ര പുരുഷന്മാരുണ്ട്? 3 പുരുഷന്മാരുണ്ട്. അതിൽ ഒരു പുരുഷനാരാണ്? യഹോവയാണ്. കണ്ടു കഴിഞ്ഞാൽ 3 പേരും പുരുഷന്മാരാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 2 പുരുഷന്മാർ 18:24 2 പുരുഷന്മാർ അവിടെ നിന്ന് പോയി അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ നിന്നു. 19:1 ആ 2 ദൂതന്മാർ സോദോമിലേക്ക് പോയി. അപ്പം 3 പുരുഷന്മാരിൽ 2 പേർ ദൂതന്മാരായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതേ അധ്യായം 24 19:1 വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു അത് 2 ദൂതന്മാരായിരുന്നു. പക്ഷെ കണ്ടപ്പോഴോ 3 പുരുഷന്മാർ. അപ്പം ഏദൻ പറദീസയിൽ നമുക്ക് ചെല്ലാം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ബൈബിളിന്റെ ഘടനയോട് യോജിച്ച് നിൽക്കുന്ന ഈ നാം എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവർ ആരായിരിക്കണം? ദൂതന്മാരായിരിക്കണം. ചുരുങ്ങിയ വേഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടുള്ള ഗബ്രിയേലും മിഖായേലും തന്നെയായിരിക്കും. അടുത്ത വാക്യം 19:1 വായിക്കാം. 9 ദാനിയേലിന്റെ 9:21. ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിങ്കൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഈ 8 ദർശനത്തിൽ കണ്ട അതേ പുരുഷനെ ഞാൻ എവിടെ കണ്ടു? ഞാൻ ക്ഷീണിച്ച്, അതായത് ദർശനങ്ങളുടെ ഭാരത്താൽ അന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം ഇങ്ങനെ തുടരെയായി കൊടുക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്ന അതേ സംഭവങ്ങളുടെ കാര്യങ്ങളുടെ ആധിക്യം, അവിടുത്തെ കാര്യങ്ങൾ കണ്ട് അത്യന്തം പരവശനായിരിക്കുന്ന സമയത്ത് എന്റെ അടുക്കൽ മുമ്പ് വന്ന അതേ പുരുഷൻ, ഹല്ലേലൂയ, എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ വന്ന് എന്നോട് പറഞ്ഞെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ട് നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്യുവാനും പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനിവൃത്തി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ ജനത്തിനും, അതായത് യഹൂദ ജനത്തിനും വിശുദ്ധ നഗരത്തിനും യെരുസലേമിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടതെന്നാൽ യെരുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്ന മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം എന്നിങ്ങനെ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പുരുഷൻ സ്വർഗത്തിൽ നിന്ന് വന്ന് അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്നാൽ ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പുതിയ നിയമത്തിൽ വന്നാൽ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നിങ്ങനെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ ദൈവമാണ് പുതിയ നിയമത്തിലെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു ദൈവമേ ഉള്ളൂ. ആമേൻ. നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല ദൈവം എന്തിന് നമ്മളെപ്പോലൊരു മനുഷ്യനായിട്ട് വന്നു എന്നുള്ളത്. അത് ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ മനുഷ്യബുദ്ധി കൊണ്ട് അളക്കുന്ന എല്ലാവരും ഒരുപോലെ ഇടറിപ്പോകും. കാരണം ദൈവം പറയുകയാണ്, ദൈവം ആരാണ്? യേശുക്രിസ്തു ആരാണ്? ദൈവം മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ രൂപമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തെ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ആ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ ദയ,
എത്രമാത്രം വലുതാ! ഞാനും നിങ്ങളും നിത്യതയിൽ ദൈവത്തോടുകൂടി ഇരിക്കേണ്ടതിന് ദൈവത്തിന്റെ എന്താ പറയാ, ഈക്വാലിറ്റി വിത്ത് ഗോഡ്, ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം തന്നെ താഴ്ത്തി. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലേക്ക് പോയിട്ട് നമുക്കൊന്ന് വായിക്കാം. മുതൽ അവൻ ദൈവരൂപത്തിലിരിക്കെ, ഹാവിംഗ് ദ ഫോം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രൂപത്തിലിരിക്കെ ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. എന്ന് വെച്ചാൽ താൻ എന്താണോ അത് ഒഴിച്ചു വെച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം വേഷത്തിൽ മനുഷ്യരൂപത്തിലായി, മനുഷ്യ സാദൃശ്യത്തിലായി എന്ത് ചെയ്തു? തന്നെ എന്ന് വെച്ചാൽ ഐ ആം എന്നുള്ള പദവി ഒഴിച്ചു വെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്കുകൾ ഓരോ വാക്കിന്റെ അർത്ഥം തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അവിടെ എന്ത് ചെയ്തു? തന്നെ ഒഴിവാക്കി, മാറ്റി വെച്ചു, അവിടെ ഒഴിച്ചു വെച്ചു. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. അപ്പൊ യഹോവയായ ദൈവം തന്നെ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജനനത്തിങ്കൽ അവൻ സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവമനുഷ്യനായിരുന്നു. അവൻ യോർദാനിൽ സ്നാനമേൽക്കുമ്പോൾ അവൻ അഭിഷിക്തനായ ക്രിസ്തുവായി തീർന്നു. ആ ക്രിസ്തുവിന്റെ പ്രതിബിംബമായി വരുവാനുള്ളവന്റെ പ്രതിബിംബമായി ആദാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് കൊളോസ്യർ 1:16 നാം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, സിംഹാസന അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. സർവശക്തനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആ വന്നവൻ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ഒരു ദൈവത്തെ സേവിച്ചിരുന്നവനാണ്. ആര്? പൗലോസ് തന്റെ പഴയ ജീവിതത്തിൽ, സൗൾ എന്ന ജീവിതത്തിൽ. ആ പൗലോസ് പറയുകയാണ്, അവൻ ആരാണ്? കാണാൻ കഴിയാത്തതായി താൻ മുമ്പ് തന്റെ യഹൂദ മതത്തിൽ താൻ പഠിപ്പിച്ചിരുന്നതും പഠിച്ചതുമായ ആ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ഹല്ലേലൂയ. സർവ്വചരാചരങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്ത്രീയുടെ സന്തതിയെ വാഗ്ദത്തം ചെയ്ത ദൈവം ഒരു ശരീരത്തിലേക്ക് ഒതുങ്ങുന്നു എന്ന് ആലോചിക്കുകയെ. അത്രയും താഴ്ന്ന ആ ദൈവത്തെ വചനം അനുസരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളതിന് ബുദ്ധി കൊണ്ട് നിരക്കുക. ഞാൻ ഇത് ചെയ്തപ്പോ അങ്ങനെയാ ചെയ്തത്, ഞാൻ അങ്ങനെയാ വിശ്വസിച്ചത്, ഇനി ഞാൻ ഒന്നുകൂടെ സ്നാനപ്പെടണോ? ദൈവത്തിന് അത്രയും ഉയരത്തിന്ന് നമുക്ക് വേണ്ടി മരിക്കാൻ ഒരു ചെറിയ ശരീരത്തിലോട്ട് ഒതുങ്ങാം എങ്കിൽ നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ പോരടിക്കുക ദൈവത്തിന്റെ വചനത്തോട്. ഞാൻ ഇങ്ങനെ വിചാരിച്ചേക്കുന്നത്, ഞാൻ അങ്ങനെയാ കണ്ടത്, അതുകൊണ്ട് എനിക്ക് അതൊക്കെ മതി. ഹല്ലേലൂയ. അങ്ങനെയല്ല. നാം ദൈവം എന്തു പറയുന്നോ, മറിയാൻ പറഞ്ഞ പോലെ, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ ദൈവമേ, ഇത് പറയുന്നത് എന്ത് ഞാൻ ചെയ്യുമെന്ന് പറയാനാണ്. ഇതിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് ഞാൻ ചെയ്യും എന്ന് പറയാൻ. അത് വെളിപ്പെടുത്തി കിട്ടുമ്പോൾ അതിന് യുക്തിവാദങ്ങൾ കൊണ്ട്, യുക്തിസഹമായ കാര്യങ്ങൾ കൊണ്ട് അതിനെ എന്ത് ചെയ്യുക, കാണാനും മൂടിവെക്കാനും പരിശ്രമിക്കാതെ അത് എങ്ങനെ പറയപ്പെട്ടിരിക്കുന്നുവോ, എങ്ങനെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെ ചെയ്യണം എന്ന് ദൈവവചനം പറയും. അടുത്ത തുടർന്ന് വായിക്കോ. 1:16. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനും. എന്ന് വെച്ചാൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവം, യേശുക്രിസ്തു ദൈവത്തിന്റെ സൃഷ്ടിയാണ്, മനുഷ്യൻ എന്നുള്ള നിലയിൽ. എന്നാൽ തുടർന്നുള്ള വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആദിജാതനമാകുന്നു. സ്വർഗത്തിൽ ഉള്ളതും, എന്നുവെച്ചാൽ സ്വർഗത്തിലുള്ളത് മുഴുവനും, ഭൂമിയിലുള്ളതും, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ,
അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ സൃഷ്ടിക്കപ്പെട്ടത് മുഴുവനും സ്വർഗത്തിലുള്ളതായാലും ഭൂമിയിലുള്ളതായാലും സിംഹാസനമായാലും അധികാരങ്ങളായാലും കർത്തൃത്വങ്ങളായാലും വാഴ്ചകളായാലും മനുഷ്യനായാലും ഈ ഭൂമിയിൽ കാണുന്ന സൃഷ്ടികളുടെ എല്ലാ പ്രപഞ്ചത്തിലുള്ള ആകാശത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിൽ സമുദ്രത്തിലുമുള്ള എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവ് ആരാണ്? യഹോവ അല്ലെങ്കിൽ യേശു ക്രിസ്തു ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം, ഹല്ലേലൂയ, ആ ദൈവം എങ്ങനെയാണ് രണ്ടും മൂന്നും ദൈവമായി? മനുഷ്യൻ ഇതിനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട കാര്യം, പക്ഷെ ഇതൊക്കെ ഉണ്ടാകേണ്ടതും ആവശ്യമായിരുന്നു. കാരണം ദൈവത്തിന്റെ മുൻകുറിക്കപ്പെട്ടവർ, ദൈവിക ദർശനവും വെളിപ്പാടും ഇല്ലാത്തവരൊക്കെ ഇടറിപ്പോകേണ്ടതിന് ഇത് സംഭവിക്കണമായിരുന്നു. 2 കൊരിന്ത്യർ ചാപ്റ്റർ 3:18 എന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ചാപ്റ്റർ 3:18. 17 വായിച്ചു. കർത്താവ് ആത്മാവാകുന്നു. ഇവിടെ പൗലോസ് പറയുന്ന കർത്താവ് LORD ക്യാപിറ്റൽ ലോഡ് ആവട്ടെ, യഹോവയാ. യഹോവ ആത്മാവാകുന്നു. യഹോവയുടെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ, ആത്മാവാകുന്ന കർത്താവ് ആരാണ്? ലോർഡ് യഹോവ. ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. എന്ന് വെച്ചാൽ ഏദൻ പർദീസയിൽ ആദാമിനെ ദൃശ്യമായി, പാപം ചെയ്യുന്നതിന് മുമ്പ് ദൃശ്യമായി നിന്ന് തന്നെ സൃഷ്ടിച്ചതും തന്നോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത ആ തേജസ്സിന്റെ രൂപത്തിലേക്ക് നാമും ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അതേ ദൈവത്തിന്റെ അതേ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അതിന് മുമ്പ് സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മൂടുപടം നീങ്ങിപ്പോകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആത്മാവിൽ അറിയുന്നതിന് പകരം ബുദ്ധിയുടെ മൂടുപടം മാറ്റിവെച്ചിട്ട് ആത്മാവിനാൽ നാം ദൈവത്തെ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം നമുക്ക് വളരെ പ്ലെയിനായിട്ട് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. നമ്മള് പഠിക്കാൻ പോകുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ ഈ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. നാം ദൈവത്തെ അറിയാൻ വേണ്ടി പോകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മള് കുട്ടിക്കാലത്ത് നമ്മള് ഇന്ന് പഠിക്കാൻ പോകുമ്പോൾ ഇന്ന് ഉപയോഗിക്കാത്തതും നമ്മുടെ കുട്ടിക്കാലത്ത് സാർവത്രികമായി ഉപയോഗിച്ചിരുന്നതുമായ ഒരു പഠന ഉപകരണം ഉണ്ടായിരുന്നു. സ്ലേറ്റും പെൻസിലും ആയിരുന്നു, അല്ലെ? കല്ല് പെൻസിലും സ്ലേറ്റും ആയിരുന്നു. പിന്നെ ഒരു പച്ചയും നമ്മൾ കൊണ്ടുപോകും. അപ്പൊ നമ്മള് രണ്ട് പുറം മാത്രമുള്ള ഒരു സ്ലേറ്റില് നമ്മള് ഒരു ക്ലാസ്സിൽ 4-ലോ 1-ലോ 2-ലോ ഒക്കെ പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ആ വിഷയങ്ങളെല്ലാം ടീച്ചർമാർ മാറിയാലും നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സ്ലേറ്റും ഈ കല്ല് പെൻസിലും തന്നെയാണ്. കാരണം ഈ സ്ലേറ്റിൽ എഴുതുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്. എഴുതി പഠിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മായ്ച്ചു കളയാം. മായ്ച്ചു കളഞ്ഞ് പിന്നെയും നമുക്കതിൽ എഴുതാം. പ്രൈസ് ദി ലോർഡ്. എന്ന് നമ്മൾ പേന കൊണ്ടോ മറ്റോ എഴുതിയാൽ നമുക്ക് വീണ്ടും വീണ്ടും എഴുതാനുള്ള താളുകൾ, നമുക്ക് ബുക്കുകൾ വേണം. മാത്രമല്ല എഴുതിയത് മായ്ച്ചു കളയാൻ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതവിടെ കിടക്കും. അപ്പം ദൈവത്തെ നാം അറിയണമെങ്കിൽ നമ്മളുടെ പാതി നോളജ് നമ്മുടെ സമുദായങ്ങളിൽ നിന്നോ പാസ്റ്റർമാരിൽ നിന്നോ ബൈബിൾ കോളേജിൽ നിന്നോ കിട്ടിയ പാതി നോളജിന്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് ഈ നമ്മൾ പുതിയ നിയമത്തിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? യഹൂദ മതത്തിൽ തനിക്കുണ്ടായിരുന്ന കൊല്ലങ്ങൾ അധ്വാനിച്ച് പഠിച്ച വിദ്യാഭ്യാസം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ആര്? സാവുൾ എന്ന് പറയുന്ന വ്യക്തി. ആ കാലത്ത് ആരോടും ഒരു ഗുരുവിനേക്കാൾ വലിയ ശിഷ്യൻ എന്ന് പറയുന്നത് പോലെ ഗമാലിയൽ കോളേജ് ഓഫ് തിയോളജിയിൽ നിന്നും PhDയും ഡോക്ടർ ഓഫ് ഡിവിനിറ്റിയും ഒക്കെ എടുത്ത ഈ മനുഷ്യൻ യേശു ക്രിസ്തുവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സിലായി. താൻ പോകുന്ന വഴിക്ക് തന്റെ മേൽ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അടിച്ചു. എന്തിനു വേണ്ടി പോകുന്നതിന്റെ പർപ്പസ് എന്താ?
ദൈവത്തിന്റെ മക്കളെ ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കണം. എന്തിനു വേണ്ടി കൊന്നുമുടിക്കണം? ഞാനിത് ചെയ്യുന്ന വഴിക്ക് ആർക്ക് പ്രസാദം ഉണ്ടാവും എന്നാര് വിചാരിച്ചു? സൗൾ വിചാരിച്ചു ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ യഹോവയ്ക്ക് പ്രസാദമുണ്ടാകും. കാരണം ക്രിസ്ത്യാനികൾ ആരെ ആരാധിക്കുന്നു? യേശുവിനെ ആരാധിക്കുന്നു. ക്രിസ്ത്യാനികൾ പറയുന്നു യേശു ദൈവമാണെന്ന് പറയുന്നു. എന്നാൽ അവൻ താൻ പഠിച്ചു വെച്ച പ്രമാണങ്ങളും ഗ്രന്ഥങ്ങളും താൻ പഠിച്ച ഇക്കാലം അത്രയും താൻ പഠിച്ച കാര്യങ്ങൾ തന്നോട് പറയുന്നു യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല. അതുകൊണ്ട് ഈ ദൈവ നിഷേധികളെ വെച്ച് ഉറപ്പിക്കരുത്, ഇവരെ കൊല്ലണം. ഇതിനുവേണ്ടി പോകുന്ന വഴിയിൽ സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം തന്റെ കണ്ണിനടിച്ച് താൻ നിലത്ത് വീണു. എത്ര ദിവസം അന്ധനായിരുന്നു? 3 ദിവസം അന്ധനായിരുന്നു, കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ. എന്നവിടെ എഴുതിയിരിക്കുന്നത് 22:8 നമ്മൾ 9 മുതൽ സാക്ഷ്യം പറയുമ്പോൾ 3 ദിവസം കണ്ണ് കാണാൻ കഴിയത്തില്ല. മാത്രമല്ല കണ്ണിനെ കാഴ്ച കുറഞ്ഞൊന്നും മാത്രമല്ല, കണ്ണിന്റെ പുറത്ത് എന്തുണ്ടായി? ഒരു മീന്റെ ചെതുമ്പൽ പോലെ ഒരു പാടയും വന്ന് മൂടിയിരിക്കുക. കണ്ണ് തുറന്നു കണ്ട അടുത്തുള്ളവർ പേടിച്ചു പോകും. ആ രീതിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ആമേൻ. ആ മനുഷ്യൻ ഈ പ്രകാശം കണ്ടപ്പോഴത്തേക്കും യഹോവയോട് ചോദിച്ചു, യഹോവേ ഈ പ്രകാശം ഉപയോഗിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ പ്രകാശം എന്ത് പറഞ്ഞു? നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. സ്ലേറ്റിൽ എഴുതിയതുപോലെ എല്ലാം മാഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. പിന്നെ താൻ അത് അവിടെ പറയുന്നത് ഒന്നും പിന്നെ വേറൊന്നുമല്ല പ്രസ്താവിച്ചത്, അതിൽ പറയപ്പെട്ടതിനെ ഇതിലേക്ക് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ പറഞ്ഞ യഹോവ, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞ യഹോവ യേശു ക്രിസ്തുവാണ് എന്ന് തെളിയിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പോൾ പറഞ്ഞു, ഞാൻ ആരാണെന്നൊക്കെ പറഞ്ഞല്ലേ, തന്റെ കുറിച്ചൊക്കെ പോൾ വളരെ മിടുക്കായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആരാണ്? എബ്രായരെന്നുള്ള ഹെബ്രായൻ, പരീശത്വം കൊണ്ട് സഭയെ ഉപദ്രവിച്ചവൻ, ബെന്യാമിൻ ഗോത്രത്തിലെ ബെന്യാമിൻ. പിന്നെ മാത്രമല്ല ജന്മസിദ്ധമായി ആ കാലത്ത് ഏറ്റവും വിലയേറിയ പൗരത്വം എന്ന് പറയുന്നത് റോമൻ പൗരത്വമുണ്ട്. അപ്പം വളരെ എലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, കുലീനന്മാർക്ക് മാത്രം കിട്ടുന്ന റോമൻ പൗരത്വമുണ്ട്. തീഷ്ണമത്വം, സഭയെ ഉപദ്രവിച്ചവനാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്, ന്യായപ്രമാണ പണ്ഡിതനാണ്. എന്തെല്ലാം അറിവ് അവനുണ്ടായിരുന്നു. എന്നിട്ട് പറയാ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഇവയെല്ലാം ശവറെന്നെണ്ണി. പ്രൈസ് ദി ലോർഡ്. ഇത് അങ്ങനെ ഇന്ന് വരെ നാം പഠിച്ച കാര്യങ്ങൾ ശവറെന്നെണ്ണി ക്ലീൻ സ്ലേറ്റുമായിട്ടിരുന്നാൽ മാത്രം എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കർത്താവിനെ അറിയാൻ പറ്റും. അല്ലാതെ പെന്തക്കോസ്തിൽ ഇത്രകാലം ചെലവിട്ടപ്പം ഉള്ള നോളജിന്റെ പുറത്തോട്ട് കയറി ഇതിനെ കേട്ടിവെച്ചാൽ എങ്ങനെ ഇരിക്കും? ഇത് മുഴച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നിന്റെ ഉള്ളിലെ ആ പഴയ പൈശാചിക പഠനം നിന്നെ എപ്പോഴും ഇതിനെ തള്ളി തള്ളി പുറത്താക്കാൻ പരിശ്രമിക്കും. ഇത് തെറ്റാണെന്ന് പറയണമെന്ന് നിന്റെ ഉള്ളിൽ, നിനക്ക് പെന്തക്കോസ്റ്റൽ ബൈബിൾ കോളേജിൽ നിന്ന് നിനക്ക് കിട്ടിയിരിക്കുന്ന തിയോളജിയിൽ വ്യാപരിക്കുന്ന ആ പിശാച് നിന്നോട് പറയും, ഇതിനെ തള്ളിക്കളയാൻ ഈ പുസ്തകത്തിൽ ഉണ്ടറാ സാധനങ്ങൾ ഞാൻ എടുത്തു കാണിക്കാം. ഉൽപ്പത്തി 1:26 പറയുന്നു, വരുവിൻ നമുക്ക് നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ 3 പേരുണ്ട് എന്ന് പറയാൻ അവന്റെ ഉള്ളിൽ ജന്മസിദ്ധമായി അല്ലെങ്കിൽ പരമ്പരാഗതമായി താൻ സേവിച്ചു വന്നിരിക്കുന്ന ദൈവിക സങ്കല്പങ്ങൾ തനിക്ക് തന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ സത്യത്തോട് മത്സരിക്കാൻ, പോരാടാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കും. അതിനാവശ്യം പഴയ മനുഷ്യനും മരിക്കണമെന്നാണ്. നാം പഴയ മനുഷ്യന് മരിച്ച് നീതിക്കായി പുതിയ മനുഷ്യനായി തീരണം. അങ്ങനെ നാം പുതിയ മനുഷ്യനായി തീരുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു ഇടർച്ചയല്ല. അപ്പൊ നമുക്ക് 1:27 മനസ്സിലാകും. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടികർമ്മത്തിൽ കൂടെ ആരുണ്ടായിരുന്നാലും സൃഷ്ടി നടത്തിയത് ഏകനായ ദൈവമാണ്. അവൻ ഏക ശരീരത്തിലിരുന്നു കൊണ്ട് താൻ കാൽവരിയിൽ മരിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. തന്നെ പോലെ തന്റെ തന്നെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആദാം എന്ന പേരിടുമ്പോൾ, ആദാം എന്ന പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം. പ്രൈസ് ദി ലോർഡ്. ആദാം എന്ന് പറയുന്ന ഒരു സിംഗുലർ വ്യക്തിയുടെ പേരല്ല. ആദാം എന്ന് വെച്ചാൽ ഹ്യൂമൻ കൈൻഡ് എന്നാണ്. മനുഷ്യവർഗത്തിന്റെ മൊത്തം പേരാണ് ആദാം.
ഹല്ലേലൂയ. ആ ഹൗവ എല്ലാവരുടെയും അമ്മ എന്നുള്ള നിലയിൽ മനുഷ്യവർഗത്തിന്റെ അമ്മ എന്നുള്ള നാമമാണ് ഹൗവ എന്നുള്ള നാമം. അപ്പോ ഈ മനുഷ്യൻ എന്നുള്ള ആ ബ്രോഡർ, വളരെ വിശാലമായ ആ അളവിൽ ആദാം സകല മനുഷ്യരുടെയും പ്രതിനിധിയായി ഏദനിൽ ഒരേ ഒരു ദൈവം തന്റെ കൈകൾ കൊണ്ട് മണ്ണ് കുഴച്ചുണ്ടാക്കി തന്റെ ആത്മാവിനെ അതിലേക്ക് ഊതി. ഹല്ലേലൂയ. അങ്ങനെ അവനിലൂടെ സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്ന സകല ആത്മീയ സന്തതികളും ഉളവാക്കപ്പെട്ടു. ആ ആദാമിൽ നിവേശിക്കപ്പെട്ടിട്ടുള്ള ആത്മസന്തതി, ആദാമിൽ നിന്ന് പുറപ്പെടുന്ന ചെടിയ സന്തതികൾ ആയിരങ്ങളുണ്ടെങ്കിൽ, 10,000 ലക്ഷങ്ങൾ കോടികളുണ്ടെങ്കിൽ, അതിൽ നിവേശിക്കപ്പെട്ട ലോകസ്ഥാപനത്തിലെ ഊതി നിവേശിക്കപ്പെട്ട ആത്മസന്തതികൾ അവർ യേശുവിനെ യാതൊരു സംശയം കൂടാതെ പറയും, അവൻ അദൃശ്യനായ ദൈവം തന്നെയാണ്, അവനാണ് യഹോവ. പ്രൈസ് ദി ലോർഡ്. അവൻ യഹോവ രക്ഷിതാവായ യേശുവ ആയതാണ് എന്ന് യാതൊരു സംശയം കൂടാതെ പറയും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതിനൊക്കെ നമുക്ക് ആവശ്യം ദൈവത്തിന്റെ ആത്മാവില്ലാതെ നമുക്ക് തിരുവെഴുത്തുകൾ പഠിക്കാൻ കഴിയില്ല. പെന്തക്കോസ്ത് സഭയിൽ നിന്ന് കുത്തിയിരുന്ന് 3 ദിവസം തവളയാടിക്കെട്ടിയ ആത്മാവ് കൊണ്ട് ഒരിക്കലും നമുക്ക് ബൈബിൾ പഠിക്കാൻ കഴിയില്ല. എഫേസ്യർ 4:24 പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചും സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ, ഹല്ലേലൂയ, നാം ധരിക്കണം. ആദ്യത്തെ ആ വീഴുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് ക്രിസ്തു എന്ന നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട കറയും ചുളുക്കവുമില്ലാത്ത വാട്ടവും മാലിന്യമില്ലാത്ത ആ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായ നാം ആ ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും രൂപത്തിലും ഉള്ള ക്രിസ്തുവിന്റെ സാദൃശ്യമുള്ള ദൈവരൂപമായി ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കണം. യേശു ക്രിസ്തു എന്ന ആ പുതിയ മനുഷ്യൻ, രണ്ടാമത്തെ ആദാം. ഹല്ലേലൂയ. അതുള്ള വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യൻസ് 15:49 മുതൽ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. എന്താണ്? ഹി ബിക്കെയിം എ ലിവിംഗ് സോൾ. അവനൊരു ജീവിക്കുന്ന ജീവനായി തീർന്നു. എന്നാൽ ഒടുക്കത്തെ ആത്മാവോ ആദാമോ ജീവിപ്പിക്കുന്ന ആത്മാവായി, ലിവിങ്സ് എന്ന സ്പിരിറ്റായി. ഹല്ലേലൂയ, ആമേൻ. വായിച്ചു. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്തെ. ഒന്നാമത്തത് ആത്മീയം പിന്നത്തേതിൽ വരും. ഒന്നാമത് വരുന്ന പ്രാകൃത മനുഷ്യനാണ്. എന്ന് വെച്ചാൽ നാച്ചുറൽ മാൻ ആണ്. ഇംഗ്ലീഷിലൂടെ നാച്ചുറൽ മാൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കർണൽ മാൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വായിച്ചു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും. അപ്പം ഈ സ്വർഗീയ ശരീരത്തിലേക്ക് നാം പോകണമെങ്കിൽ ഈ രണ്ടാം മനുഷ്യനാൽ നാം ജനിക്കണം. ഈ രണ്ടാം മനുഷ്യനായിട്ട് ജനിച്ചില്ലെങ്കിൽ മണ്ണ് കൊണ്ടുള്ളവനെ പോലെ തന്നെ നമ്മൾ ഇരിക്കും. അവൻ മർത്യനാണ്, മരിച്ചു നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. നാം രണ്ടാം മനുഷ്യനാൽ പുതുക്കം പ്രാപിച്ചെങ്കിൽ, പുതുജനനം പ്രാപിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ യഥാർത്ഥ ഛായയും സ്വരൂപമുള്ള ആ ദൈവാനുരൂപമായ പുതുമനുഷ്യനെ നമുക്ക് ധരിക്കുവാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി 1:26 നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന സംശയങ്ങളൊക്കെ തീർന്നു പോയി കാണും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അർഹതയില്ലാത്ത, ദൈവം മുൻകണ്ടിട്ടില്ലാത്ത എല്ലാവരും തട്ടി വീഴാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്നതെന്നാണ് ബൈബിൾ പറയുന്നത്, അല്ലേ? യേശുക്രിസ്തു തന്നെ ആരാണെന്നാ പറഞ്ഞേക്കുന്നേ? ഇടർച്ചക്കല്ലും തടങ്കൽ പാറയ. ഇസ്രായേൽ അതിലെന്ത് ചെയ്തു? തട്ടി വീണു.
പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തുകാർ തൃത്വത്തിൽ തട്ടി വീണിടക്കുക. പ്രൈസ് ദി ലോർഡ്. ആ ഏകദൈവം എന്ന് പറയുന്ന ഏകദൈവവുമായി മനുഷ്യ സൃഷ്ടിയുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തു എന്ന ഏകദൈവത്തിൽ അവർ തട്ടി വീണിടക്കുക. ആമേൻ. എന്നാൽ വിശ്വസിക്കുന്നവർക്കോ അത് ദൈവശക്തിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംശയമില്ലാത്തവണ്ണം വ്യക്തമാണ്. കാരണം നമ്മൾ ജ്ഞാനം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടല്ല നാം സത്യദൈവത്തെ അറിയുന്നത്. നാം അറിയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്ത പരിശുദ്ധാത്മാവിനാലാണ് നാം ദൈവത്തെ അറിയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഉൽപ്പത്തി 1:21 ഒരു സംശയവുമില്ലാതെ വണ്ണം തെളിയിക്കപ്പെടുവാൻ ബൈബിളിൽ രേഖകൾ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ